ഇതുപോലെ തന്നെ അന്ന് സുന്ദരിയായിരുന്നോ? ഇങ്ങനെ സുന്ദരിയായിരുന്നു. തേറായി പോയ 10 പൈസ തരില്ല. അപ്പനും മോളെ കെട്ടിച്ചു വിടാൻ പറ്റില്ല, കല്യാണം കെട്ടി പുഴയത്താക്കാൻ പറഞ്ഞു. കൗൺസിൽ പോയിക്കൊണ്ട സമയത്ത് ഒരു ചേച്ചി വന്ന് എന്റെ താഴത്ത് വെയിലെടുത്തുകൊണ്ട് പോയി. യാതൊരു കുഴപ്പമില്ല. എഞ്ചിനീയറായി. നമസ്കാരം. നമ്മളിപ്പോഴുള്ളത് കിഴക്കമ്പലം ബേത്ലഹേം ദേറയിലാണ്. ഇവിടെ ദൈവത്തിൻ്റെ മണവാട്ടികളായ ഭൂമിയിലെ മാലാഖമാരായ 6 പേർ നമ്മളോടൊപ്പമുണ്ട്. ഒരു ജീവിതകാലം മുഴുവൻ സന്യാസ ജീവിതത്തിനു വേണ്ടി മാറ്റിവെച്ച 6 പേർ. ഇവർ മാതൃകയാണ് സഭയ്ക്കും സമൂഹത്തിനും. അവരുടെ ജീവിതത്തിലെ നീണ്ട യാത്രകളിലേക്ക്, അവരുടെ ജീവിതത്തിലെ ജീവിത സഞ്ചാരങ്ങളിലേക്ക് നമ്മൾ ഒന്ന് നടക്കുകയാണ്, ഒപ്പം നടക്കുകയാണ്. സിസ്റ്റർ പേരെന്താ? നയോമി. എത്ര വയസ്സുണ്ട് ഏകദേശം? 85. എൻ്റെ പേര് രൂത്ത്. സിസ്റ്റർ രൂത്ത്. സിസ്റ്റർ രൂത്ത് ഇവിടെ വന്നത് 55 വർഷം മുമ്പ് ഇവിടെ വന്നത്. 55 വർഷം. എത്ര വയസ്സ് ഇപ്പോൾ? ഇപ്പം 79. 79. സിസ്റ്റർ? എൻ്റെ പേര് സിസ്റ്റർ മെറീന. ഞാൻ 1970 ഇവിടെ വന്നത്. എത്ര വയസ്സാ? ഇപ്പൊ 87 വയസ്സ്. 87 വയസ്സ്. കണ്ടാ തോന്നില്ല കേട്ടാ. സിസ്റ്റർ എലിസബത്ത്. എന്താ പേര് സിസ്റ്റർ പറഞ്ഞു? സിസ്റ്റർ ഹെലൻ. 95. പിന്നെ എത്ര വർഷമായി കന്യാസ്ത്രീ ആയിട്ട്? 2. നിങ്ങൾ ഒരുമിച്ച്? ആ, 3 പേര് ഒരുമിച്ച്. സിസ്റ്ററിന്റെ പേര്? ആ. എത്ര വയസ്സായി സിസ്റ്ററെ? 87. എനിക്കിനി ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടതേ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്? ഇപ്പൊ 50 വർഷം 60 വർഷം മുമ്പൊക്കെ ഓരോരുത്തരും ഈ ജീവിതത്തിലേക്ക് വരാൻ തീരുമാനിച്ചല്ലോ. ഇങ്ങനെ കന്യാസ്ത്രീയായി എൻ്റെ ഒരു ജീവിതം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്ത് പ്രേരണയാണ്? ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടാണോ, സ്വയം തീരുമാനിക്കുകയായിരുന്നോ? അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കോൺവെന്റ് സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ഇവരെ പോലെ ഒരു സിസ്റ്റർ ആവണീട്ട് പോകണമെന്ന് ഒരു ആഗ്രഹം തോന്നി. അപ്പം ഞാനത് വീട്ടിൽ പറഞ്ഞപ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ മൂത്ത ആംഗ്ലി വലിയ വിരോധമായിരുന്നു പോകാനായിട്ട്. പോകേണ്ട, നമുക്കങ്ങനെ മടമൊന്നുമില്ല, പിന്നെ കത്തോലിക്കിന്റെ മഠത്തിലേക്ക് പോകാമെന്ന് ഞങ്ങൾക്ക് തൃപ്തിയല്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് സഹപ്പെടുത്തി. പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച് മഠത്തിലേക്ക് പോകുന്നുണ്ട്. എൻ്റെ അമ്മാച്ചൻ്റെ മകൾ ആദ്യമേ ഇവിടെ വന്നു. അമ്മാച്ചൻ്റെ മകൾ ചേച്ചി നമുക്കിങ്ങനെ പോകാം, നമുക്കൊരു മഠമുണ്ട് കിഴക്കമ്പലത്ത്, അതുകൊണ്ട് നമുക്ക് പോകുന്നൊരു കുഴപ്പമില്ല, ഞാൻ അവിടെ പെടുത്തുന്ന ആളായിരുന്നു ചേച്ചി. അപ്പോൾ ചേച്ചി എന്നെ കാണുന്നില്ലേ, എൻ്റെ ചേച്ചി വന്ന് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. ഇപ്പൊ 71. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു? അത് കഴിഞ്ഞപ്പോൾ ഞാൻ കോലഞ്ചേരി ഹോസ്പിറ്റലായിരുന്നു 35 വർഷം. അവിടെ മാനസികരോഗ വിഭാഗത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് പെൻഷൻ പറ്റി വേണ്ട പല സ്ഥാപനങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് ഞാൻ ഇവിടെ സ്ഥിരമാണ്, വിശ്രമ ജീവിതമാണ്. ഇപ്പോൾ കാല് വയ്യാത്ത, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വിശ്രമ ജീവിതമാണ് മഠത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് 1 വർഷത്തിൽ കൂടെ. അപ്പോൾ അന്നൊക്കെ വീട്ടിൽ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? മേരി എന്നാണ് വിളിച്ചിരുന്നത്. മേരി എന്നാണ് ആംഗളമാരും എല്ലാവരും അടുത്ത് വെച്ചോണ്ടിരുന്നത്. ഇപ്പൊ രൂത്ത്. അതെന്താ, എങ്ങനെ കിട്ടിയ പേരാ? അത് എന്താ ഇഷ്ടം? മഠത്തിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന പേര്. അല്ല, അത് ആരാ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത്, സിസ്റ്റർ തന്നെ സെലക്ട് ചെയ്യുന്നതാണോ? ചോദിക്കും. ഞാനും സിസ്റ്റർ ഒന്നിച്ചാണ് ഉൾപ്പെട്ടത്. അപ്പൊ പേര് മാറ്റി. അപ്പൊ എന്നോട് ചോദിച്ചു, സിസ്റ്റർ ഏത് പേര് വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് രൂത്തും പേരുണ്ടായിരുന്നു. നയോമി. അങ്ങനെയാണ് സിസ്റ്റർ. അപ്പൊ ഇനി സിസ്റ്റർ എങ്ങനെയാണ് സിസ്റ്റർ ആയത് എന്നുള്ളൊരു ചരിത്രം പറയാം. എൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തിനായിട്ട് ജീവിക്കണമെന്നൊരാഗ്രഹം മനസ്സിലുണ്ടായി. അപ്പം എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് കോരത് മൽപ്പാനച്ച്. അപ്പോൾ ആ വീട്ടിൽ അച്ഛൻ്റെ കുടുംബജീവിതവും ആ കുടുംബത്തിലെ ആധ്യാത്മികതയൊക്കെ കാണുമ്പോൾ എല്ലാ അച്ഛന്മാരുടെയും വീട് ഇതുപോലെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒരു അച്ഛന്മാരുടെ കുടുംബമാണെങ്കിൽ ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് ജീവിക്കാൻ സാധിക്കുമല്ലോ എന്നെൻ്റെ മനസ്സിലൊരു വിചാരമുണ്ടായിരുന്നു. 16-ാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. 8 വർഷം കഴിഞ്ഞപ്പം പൂർണ്ണമായിട്ട് ഏതായാലും വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇനി എവിടെയായിരിക്കും, വീട്ടിൽ സ്ഥിരം നിൽക്കാൻ എനിക്കിഷ്ടമില്ല. എവിടെയെങ്കിലും സ്ഥാപനത്തിൽ സേവനം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ വളരെ സുഹൃത്തുക്കളോട് 1-2 സുഹൃത്തുക്കളോട് മാത്രം പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്,
എൻ്റെ വീട്ടിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ തിരുവിഷ്ടം നടപ്പാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഈ വലിയ മദറിനെ പരിചയപ്പെടാനിടയായി. ഞാനൊന്ന് വലിയ മദറല്ല കേട്ടോ. അന്ന് കൊച്ചു മദറാണ് അല്ലേ? മദറല്ല, ഞാൻ മദറല്ല. ഇതുപോലെ അന്ന് ടീച്ചറായിരുന്നു, ആലുവയിലെ AK ടീച്ചറായിരുന്നു. ഈ സമാജത്തിലൊക്കെ പ്രസംഗിക്കാൻ വന്ന എങ്ങനെയാണോ, ഞാൻ ആധ്യാത്മിക രംഗത്തുണ്ടല്ലോ, അപ്പം എവിടെ വെച്ചോ പരിചയപ്പെട്ടതാണ്. അപ്പം അത് കഴിഞ്ഞ് മദർ ഇവിടെ വന്നു. ഇവിടെ മദർ പൂനെക്ക് സന്യാസി തലയിൽ വെയിലൊക്കെ ഇട്ട് പോകുമ്പോഴൊക്കെ എന്നെ വിളിച്ചായിരുന്നു. ഞാനിവിടെ വന്നു. ആ ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തു. ഇടയ്ക്ക് എഴുതുമായിരുന്നു എനിക്ക്. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതിയിരുന്നു, ദൈവം നമ്മെ ഒരുമിച്ചാക്കിയിരുന്നെങ്കിൽ എന്ന് ഒരു വാക്ക് വന്നു. അന്ന് സന്യാസി ആയിട്ടില്ല കേട്ടോ. അപ്പം എനിക്കത് മനസ്സിലായില്ല എന്താ അങ്ങനെ പറയാൻ കാരണം. അതങ്ങനെ ഒരിക്കലും സാധ്യതയില്ല. എത്ര വയസ്സിലാണ് പിന്നെ ആയത്, കന്യാസ്ത്രീ ആയത്? എന്നിട്ട് 8 വർഷം കൂടി ഞാൻ കാത്തിരുന്നു എവിടെ ആകണം എന്ന്. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഈ മദറിൻ്റെയൊക്കെ കൂടെ വന്ന ഇംഗ്ലീഷുകാരി സിസ്റ്ററും ഇവർ 3 പേരും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. എന്നെ വിളിക്കാൻ വന്നതാ. അന്നൊക്കെ വീട്ടിലൊക്കെ വിളിച്ചിരുന്ന പേരെന്താ? മേരിക്കുട്ടി. അത് ശരി. എന്നിട്ട് ഇവര് അപ്പച്ചനോട് വർത്താനം പറഞ്ഞു. ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയുണ്ടായിരുന്നു. എൻ്റെ ആങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിക്ക. ഞാനന്ന് പോയില്ല, ഇവർ വന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ കെലിയം ചേച്ചിയൊക്കെ വരും, നീ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അവനെ പിണക്കായിരുന്നു എന്നോട്. എന്നാലും അവൻ അവസാനമായി വന്നു എന്ന് തോന്നുന്നു. ഇവർ 4 പേരും കൂടി അപ്പച്ചനോട് എന്തൊക്കെയോ പറഞ്ഞു. ഞാനും എൻ്റെ അമ്മയും അടുക്കളയുടെ മൂലയ്ക്ക് ഇരുന്നതേ ഉള്ളൂ. കേട്ടില്ല, എന്നൊക്കെ പറഞ്ഞെന്നറിയാൻ മേലായിരുന്നു. അവർക്കൊന്നും അറിയാൻ മേല, എൻ്റെ ചിന്ത ഒന്നും അറിയാൻ മേല. ഇവർക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കൊടുത്തില്ല. അപ്പം ഇവര് തിരിച്ചു പോന്നപ്പോൾ പറഞ്ഞു, ഒരു മാസമോ 2 ആഴ്ച കഴിയുമ്പോൾ മറുപടി പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇങ്ങോട്ട് വരുമോ എന്ന്. എത്ര നാൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന്? ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോ വന്നു. കാര്യം പോന്നു. അപ്പൊ വീട്ടിലെ എതിർപ്പുണ്ടായിരുന്നു? എതിർപ്പുണ്ടായിരുന്നു. ആരാ എതിർത്തെ? എല്ലാരും എതിർപ്പായിരുന്നു. എൻ്റെ ആങ്ങളെ പറഞ്ഞു, എന്നിൽ നിന്ന് വല്ലതും വിഷമം ഉണ്ടാവും എന്നോർത്താണ് കൊച്ചുമോള് പോണെങ്കിൽ ഈ സ്വത്തിന്റെ പകുതി കൊച്ചുമോൾക്ക് എഴുതി നേക്കാം എന്ന് പറഞ്ഞു. അന്ന് സ്വത്തിലൊരു നോട്ടം ഉണ്ടായിരുന്നോ? എനിക്ക് സ്വത്തൊന്നും അങ്ങനെ ചെയ്താൽ അവിടെ നിന്നോളാൻ പറയാനാ. കല്യാണം കഴിച്ചില്ലേലും വീട്ടിൽ നിന്നോളാൻ പറയാം. അപ്പച്ചൻ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിവുള്ളതുപോലെ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു വിടാം, വേറായി പോയാൽ 10 പൈസ തരില്ല. പക്ഷെ എനിക്ക് ദൈവത്തെ കല്യാണം കഴിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു അല്ലേ? ദൈവത്തിന് മണവാട്ടിയാകാം. അതൊന്നും അറിയാൻ പാടില്ല. അതൊന്നും അറിയില്ല. എല്ലാ മനുഷ്യരും എന്നോട് എതിർത്തു. എൻ്റെ അമ്മയുടെ ഇളയ ആങ്ങള വന്നപ്പോൾ പറഞ്ഞു, അവള് പോട്ടെ പെങ്ങളെ, അവിടെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പൊച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പൊച്ച, പോയിട്ടൊന്ന് വരട്ടെ, അവിടെ ചെന്നിട്ട് പറ്റില്ല എന്നുകൊണ്ട് ഇങ്ങോട്ട് പോരട്ടെ. എൻ്റെ ആങ്ങളെയാണ് എൻ്റെ കൂടെ അത്താഴം ഉണ്ണാനും പോലും വന്നില്ല. തലേദിവസം സന്ധ്യയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ പോവുകയാണെന്ന് പറഞ്ഞു. ആരും ഒന്നും വേണ്ടിയില്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്നു. അമ്മയും എൻ്റെ ആങ്ങളെയൊക്കെ അവിടെ നിന്ന് കരയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കരഞ്ഞൊന്നുമില്ല. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കരച്ചിൽ വന്നു. ശരി, നോക്കി സിസ്റ്ററിന്റെ എങ്ങനെയായിരുന്നു? സിസ്റ്റർ ആയത് ബദനിക്കാരായിരുന്നു. അവരുടെ ഒരു സ്കൂളുണ്ടായിരുന്നു പിറവത്ത്. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതിനോട് ചേർന്നൊരു കോൺവെന്റ് ഉണ്ടായിരുന്നു. ഈ കോൺവെന്റ് ഇടയ്ക്കൊന്ന് പോകുന്ന ഒരു പഠിപ്പതി ഉണ്ടായിരുന്നു. അപ്പൊ ആ സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ആഗ്രഹം, സിസ്റ്ററായ കൊള്ളാമെന്ന്. അത് സിസ്റ്ററായ കൊള്ളാമെന്നൊരു തോന്നല. ഒരു സിസ്റ്റർ പിന്നെ അവരുടെ മുറ്റത്തു നിന്ന് പൂക്കൾ പറിച്ചുകൊണ്ട് വന്ന് അവരുടെ ആ ദേറായിലെ ചാപ്പലിൽ അടുക്കി വെച്ച് അവിടെ എല്ലാം പൂക്കളെ വെച്ച് അലങ്കരിച്ച ശേഷം അവിടെ ഇരുന്ന് അതൊക്കെ വെച്ചിട്ട് മുട്ടുമടക്കി ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ട ഒരു രംഗം അതെന്നെ വല്ലാതെ ആകർഷിച്ചു. ഈ സിസ്റ്റർ ആവുക എന്നുള്ള ഒരു ഞാൻ പിറവത്ത് പഠിച്ചതാ. അവിടെ പഠിച്ച ഞാൻ അവിടുത്തെ തന്നെ ടീച്ചറെ പഠിച്ച കുട്ടി പിറ്റേ കൊല്ലം അവിടുത്തെ ടീച്ചറെ. അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ എല്ലാവരും അവിടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. തിരുമേനി ഒരു കത്തെഴുത്തര ഞാനിപ്പോൾ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയാ പറഞ്ഞപ്പോഴാണ്
നിന്റെ ജോലിയും കൂടെ പോയാൽ അപ്പൊ മതി. വീട്ടിലെന്ത് പറഞ്ഞു? വീട്ടിൽ ഇതല്ലോ പറയാറുണ്ടോ? വീട്ടിൽ ഈ വക ഒന്നും പറയാറില്ല. വീട്ടിൽ ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പറയും. വീട്ടിൽ കല്യാണാലോചന ഇഷ്ടം പോലെ അങ്ങനെ നടക്കുന്നത്. അത് ഞാൻ ചെറുക്കന്മാരൊക്കെ വന്ന് കണ്ടായിരുന്നു ആ സമയത്ത്? ഒരു ചെറുക്കനെയും കാണാൻ പറ്റുന്നില്ല. എല്ലാ ചെറുക്കന്മാരെയും കണ്ടിട്ടുള്ളവരായിരുന്നു. 10-15 ചെറുക്കന്മാരുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോടൊക്കെ അവിടെ വെച്ച് തന്നെ പറയും. ഒന്നുകിൽ നേരിട്ട് പറഞ്ഞിട്ടുള്ളവരുണ്ട്. ഒരുപാട് പേരെ വിഷമിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ. അത് ശരിക്കും പറഞ്ഞാലോ പലരും കരഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ അതൊക്കെ പോയ പോട്ടെ, അത് പോട്ടെ. അപ്പൊ എന്നിട്ട് വീട്ടിൽ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? വീട്ടിലല്ല പറച്ചിൽ. വീട്ടിൽ വലിയ കാര്യമൊന്നുമില്ല. വീട്ടിൽ പറയണ പോലെ വീട്ടിലേക്ക് അതൊന്നും പറഞ്ഞില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പുറമെ ഇവിടെ ആലുവായി താമസിച്ചോണ്ടിരുന്നപ്പോഴ ആലുവയിലെ കന്യാസ്ത്രീയാകാൻ പോരുന്നു വീട്ടിൽ പറഞ്ഞില്ലേ? അന്നേരം ഒന്നും പറഞ്ഞില്ല. ആ വക ഒരു കാര്യം വീട്ടിൽ പറയാറില്ല. വീട്ടിൽ സമ്മതിക്കല്ലായിരുന്നു? വീട്ടില് കല്യാണാലോചനയല്ലേ, വീട്ടിലെ കല്യാണാലോചനകളൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിടുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് പറഞ്ഞു. പറയാതെ രഹസ്യമൊക്കെ വെച്ച് പിന്നെ ആരെങ്കിലും തടഞ്ഞ അത് കുഴപ്പമാകുകയല്ലേ. അതുകൊണ്ട് ആരോടും ഈ രഹസ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടാ ഞാനിങ്ങനെ ആലുവയിൽ ജോലി ചെയ്യുക. ആലുവയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇവിടെ വന്നു. ഇവിടെ കണ്ട് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പണി ചെയ്തു. തിരുമേനുണ്ട്, ഗ്രിഗോറിയസ് തിരുമേനിയാ. നമുക്ക് വയലിപ്പറമ്പിൽ തിരുമേന എടുക്കുകയെന്ന് പറഞ്ഞു. ഇനി സ്ത്രീകളുടെ ഒരു സമാജം ഇവിടെ വെച്ച് നടത്തണം എന്ന് പറഞ്ഞു. ഒരു നല്ല മീറ്റിംഗ്. അതെന്നായിരുന്നു ഓർക്കണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഓർക്കണ്ടോ? സിസ്റ്റർ ഇവിടുത്തെ ടീച്ചറാണ്. അത് കഴിഞ്ഞ് ഇവിടെ വെച്ച് മീറ്റിംഗ് ഒക്കെ കൂടി കഴിഞ്ഞ് വെച്ച് തിരുമേനിയുടെ അടുത്ത് നിന്ന് ഇവിടുത്തെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് അവിടെ താമസിച്ച് ജോലി ചെയ്യാൻ സമ്മതമാണോ എന്ന് ചോദിച്ചതിനോട് ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കന്യാസ്ത്രീയാകുമ്പോ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തായിരുന്നു വീട്ടിലെ പേരൊക്കെ? എന്റെ പേര് ഏലിയാമ്മ എന്നാ വിളിച്ചിരുന്നത്. വീട്ടിലെ പേരല്ല, സ്കൂളിലെ പേര്. ടീച്ചർ ഏലിയാമ്മ ടീച്ചറായിരുന്നു. പിള്ളേരെ തല്ലുമായിരുന്നോ? ഞാനോ? വളരെ ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിലൊന്നും തല്ലില്ല. ഗേൾസ് ഹൈസ്കൂളിലെ ഗേൾസ് സ്കൂളിലാണ് ഞാൻ പഠിപ്പിച്ചത്. ആലുവയിലെ സെന്റ് ഫ്രാൻസിസ്, ഇന്നിപ്പോ കോളേജാ, ഫ്രാൻസ് സേവിയേഴ്സ് കോളേജ്. അതിന്റെ ഹൈസ്കൂളിലാണ് ഞാൻ ആലുവയിൽ വന്ന് പഠിപ്പിച്ചത്. അവിടെ പിള്ളേരെ തല്ലേണ്ട ആവശ്യങ്ങളൊന്നും വരാറില്ല. അവിടെ പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു. ആലുവയിൽ ഒരു 10-16 കല്യാണം പറഞ്ഞു ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആലുവ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അതൊക്കെ പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഈ വെയിലിട്ടുകൊണ്ട് വന്നപ്പോൾ ഒരു മനുഷ്യനെ എന്നെ കണ്ടു വണ്ടറടിച്ചാൽ കിടന്നു. ഞാൻ അവരുള്ള നമ്മളിപ്പോൾ ഒരു കടയിൽ പോവുകയാണ്, കടയിലുള്ള മനുഷ്യർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു നോട്ടോ ഒരു പറച്ചിലായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അതൊക്കെ മേ ബി എനിക്കിപ്പോൾ അതേക്കുറിച്ച് അറിയൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഈ വെയിലിട്ടുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആര് കണ്ണും കൊണ്ട് പറയണൊക്കെ ഞാൻ കണ്ടു. ഇതുപോലെ തന്നെ അന്ന് സുന്ദരിയായിരുന്നോ? ഇതിലും സുന്ദരിയായിരുന്നു. അപ്പൊ സിസ്റ്റർ ഒന്ന് പറഞ്ഞ എങ്ങനെയാണ് ഈ കന്യാസ്ത്രീ ജീവിതത്തിലേക്ക് വന്നത്? ഞാൻ സ്കൂളിലേക്ക് വന്നു. സ്കൂളിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ സന്യാസം സ്വീകരിച്ചു. മദറും ഞാനും ഒക്കെ ഒരുമിച്ചാ. ഞാൻ വന്നേ പിന്നെ ഇവർക്ക് ധൈര്യം വീട്ടിലെന്താ വിളിച്ചിരുന്ന പേരെന്താ? ഏലിയാമ്മ തന്നെ. പിന്നെ എങ്ങനെയായിരുന്നു വീട്ടിലൊരു ഇത് പറഞ്ഞപ്പോ? വീട്ടിലൊന്നും അല്ല, ഞാൻ നേരെ ഇങ്ങോട്ട് സ്കൂളിലേക്ക് പോരുക ചെയ്തേ. അന്നേ അനുസരണയില്ല? അനുസരണം എന്ന് പറഞ്ഞില്ല. അനുസരണം അവിടെ അനുസരിക്കാനും ഒന്നുമില്ല. ഞാൻ ജോലിക്ക് പോകുന്നു, എന്നെ ജോലിക്ക് വിട്ടു. വേറെ ഒന്നും പറയാൻ അവിടെ ഇല്ലല്ലോ. അല്ല അപ്പൊ ഇവിടെ ചേരുന്നു പറഞ്ഞപ്പോ ഇവിടെ ഈ ജീവിതത്തിലേക്ക് വരുന്നു ഞാൻ ഇവിടെ തന്നെ കൊല്ലങ്ങളായിട്ട് ഇവിടെയാണ്. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോണില്ല, അത്രേ ഉള്ളൂ. അപ്പൊ കല്യാണാലോചന ഒന്നും വേണ്ടെന്ന് വെച്ചു. അതിലേക്കൊന്നും പോയില്ല. ഇല്ല. അപ്പൊ വീട്ടിൽ ആരെങ്കിലും എതിർത്തായിരുന്നോ? എതിർക്കണേ അപ്പനും അമ്മയും ആങ്ങളമാരും ഉണ്ട്. അത് എതിർക്കാനൊന്നുമില്ല. ഇല്ല, ഇഷ്ടമായിരുന്നു അവർക്കെല്ലാം. അവർക്ക് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായില്ല. ഒരാൾ രക്ഷപ്പെട്ടു പോട്ടെങ്കിൽ എന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നും പോട്ടെന്നൊന്നും വിചാരിക്കാൻ അവിടെ കുടുംബത്തിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. യാതൊരു കുഴപ്പമില്ല. സിസ്റ്റർ എങ്ങനെയാണ് സിസ്റ്ററായ ഈ ജീവിതത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക് വന്നതെന്നൊന്ന് പറയോ? എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പനോട് അമ്മ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ ഒരു ചെറുക്കം കാണാൻ വന്നപ്പോൾ പാമ്പ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കല്യാണം കഴിക്കാനുള്ള പറഞ്ഞു. അത് പിന്നെയാണ് ഈ സമൂഹം ഉണ്ടെന്ന് കേട്ട് കിഴക്കുമ്പോൾ. എന്നിട്ട് അമ്മ ഞാൻ അവിടെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവിടെ ചെന്ന് വ്യാഴാഴ്ച ചെന്നിട്ടാണ്. അവിടുന്നാണ് പിന്നെ ഇവിടെ വന്നത്. ഓ ശരി. അന്ന് വീട്ടിലൊക്കെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു?
സാറാമ്മ. അതിന് നയമ സിസ്റ്റർ എങ്ങനെയാണ് ഈ ജീവിതത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞു? ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അല്പം ബന്ധമുള്ളൂ. ഒരു അമ്മച്ചി ഈ വീട്ടിൽ വന്നിട്ട് നല്ല വെള്ള സാരിയും എനിക്കപ്പോൾ അങ്ങനെ ചിന്ത വരുന്നില്ല ആരാ എന്താണെന്നാണ്. നല്ല കണ്ടാൽ സുന്ദരിയായിട്ട് ഒരാൾ വന്നു. എന്നിട്ട് അപ്പനോട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ വീടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പോകുള്ളൂ വീട്ടുകാരായിട്ട്. അപ്പനോട് ചോദിച്ചു, കുഞ്ഞാങ്ങളെ എനിക്കൊന്ന് പ്രാർത്ഥിക്കാനൊരു സ്ഥലം വേണമെന്ന് പറഞ്ഞേ. അപ്പം ഞങ്ങൾ പിള്ളേരെ 8 വയസ്സുകാരുണ്ട്. ഞങ്ങളിങ്ങനെ തട്ടിമുട്ടിയൊക്കെ നടക്കുന്നതുകൊണ്ട് അപ്പം പറഞ്ഞു, അരയ്ക്കകത്ത് കയറുന്നത് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നി. വീണ്ടും എനിക്ക് കൊടുക്കാൻ മനസ്സിലാകുന്ന ഇതിൻ്റെ സ്ഥാപകരായ ഒരാൾ സിസ്റ്റർ, വലിയ സിസ്റ്റർ. അന്നൊക്കെ ഞങ്ങളൊക്കെ ഈ അപ്പന്മാരൊക്കെ ഇവിടെയായിട്ട് ബന്ധപ്പെടുന്നതായിരുന്നു. വലിയ സിസ്റ്റർ പിരിവിന് വരുന്നുണ്ട് വേറൊരാളും കൂടെ. സിസ്റ്ററാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. വെള്ള മുണ്ടും സാരിയൊക്കെ ആയിരുന്നു. ഞാൻ ആ പിരിവിനോ എന്ന് കണ്ടപ്പോൾ ഈ ആളെ കണ്ട് എനിക്ക് ഒരു ആരാധന. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് നിങ്ങളുടെ ഇത്രയും നാളത്തെ ജീവിതത്തിലെ ഏറ്റവും രസകരമായ സംഭവങ്ങൾ, ഈ ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് തോന്നിയ ഒരു സന്തോഷമുണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെ ചെയ്തു ജീവിതത്തിൽ, എന്തെല്ലാം ജോലികളാണ് ചെയ്തത്? ആരായിരുന്നു എഞ്ചിനീയർ ആയിരുന്നത്? ഞാനാണ്. അപ്പൊ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങി. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു പഠിച്ചത്, എന്താണ്, എവിടെയായിരുന്നു? ഞാൻ ബൊട്ടാണിക്കൽ സ്കൂളിലാണ് പഠിച്ചത്. എക്സ്ട്രാ പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ എന്തെങ്കിലും ഇപ്പം ഇവിടെ വന്ന സ്കൂളിൽ അല്ല എന്നെ എഞ്ചിനീയർ എന്നിട്ട് പിന്നെ ഇവിടെ വന്നു. അല്ല ഏതാണ്ട് പറഞ്ഞല്ലോ എഞ്ചിനീയറിംഗിന്റെ കാര്യം. എഞ്ചിനീയറിംഗ് ഒരു വർഷം പഠിച്ചു. എഞ്ചിനീയറായി. ഒരു വർഷം ജോലി ചെയ്തു. എവിടെയായിരുന്നു ജോലി? പെരുമ്പാവൂർ. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിക്കില്ലാന്ന് പറഞ്ഞപ്പോൾ അന്നും മറിച്ച് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ പോയി. എഞ്ചിനീയർ ആയിരുന്നപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ആങ്ങളൊരു അച്ഛനാ. അച്ഛനും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അറിയായിരുന്നു. അവിടെയൊന്നും പോയില്ല, ഇന്നോട് പോകുന്നു. സിസ്റ്ററിന്റെയോ? സിസ്റ്റർ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു ചെയ്തിരുന്നത്? ഞാനിവിടെ ജോലിക്ക് വന്നതാ. സ്കൂളിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി. ഇവരൊക്കെ ജോലി ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ കയറി വന്നത്. ഞാൻ ഇവിടെ കയറി വന്ന ശേഷമാണ് ഇവരൊക്കെ എൻ്റെ കൂടെ വന്നത്. അത് ശരി. ഇവിടെ ജോലി ചെയ്യാൻ വന്ന അതിനുശേഷം സിസ്റ്റർ ആകുക ചെയ്ത? ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ സിസ്റ്ററായി. അതെന്താ അങ്ങനെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടായിരുന്നു? എനിക്ക് സിസ്റ്റർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും ഇവിടെ വന്നു, ഞാൻ സിസ്റ്റർ ആവാനായിട്ട് ഇങ്ങ് വന്നു. അപ്പൊ ഞാനും കൂടെ വന്നു കഴിഞ്ഞപ്പോ ഇവർക്കൊക്കെ ധൈര്യമായി. സിസ്റ്ററൊക്കെ ആയി കഴിഞ്ഞിട്ടുള്ള ഒരു ഏറ്റവും രസകരമായ ഒരു അനുഭവം എന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നാൻസി റോഡ് വിഭാഗത്തിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നാൻസി റോഡ് വിഭാഗത്തിൽ കോലഞ്ചേരിയിൽ. അപ്പോൾ ഞങ്ങൾ റൗണ്ട്സിന് പോയിക്കൊണ്ടിരിക്കുക, ഡോക്ടറുടെ കൂടെ റൗണ്ട്സിന് പോയിക്കൊണ്ട സമയത്ത് ഒരു ചേച്ചി വന്ന് എൻ്റെ തലത്ത് വെയിലെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്തിനാ ചേച്ചി ആ സിസ്റ്റർ തലത്ത് വെയിലെടുത്തുകൊണ്ട് പോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ സിസ്റ്ററിന് മുടിയുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ഓടിപ്പോയി, ഞാൻ സ്റ്റാഫ് റൂമിൽ കയറിയിരുന്നു, എന്നെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഡോക്ടർ എന്നെ ഒരു കൊച്ചിൻ്റെ കയ്യിൽ വീട് കൊടുത്ത് വിട്ടു. ഇത്രയും വർഷങ്ങളായതുകൊണ്ട് ഞാൻ ചോദിക്കണം, ഇപ്പോൾ ഒരു നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇത്തരത്തിൽ കന്യാസ്ത്രീ ആകാനായിട്ട് കുട്ടികൾ കടന്നു വരുന്നില്ല എന്നൊരു വലിയ പ്രശ്നം ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കുന്നത്? അല്ല നിങ്ങളിങ്ങനെ പലർത്തും വീടുകളിൽ തടസ്സമുണ്ട്, അതിനെ കടന്ന് നിങ്ങൾ പോകുന്നു, ചിലടത്ത് സന്തോഷത്തോടെ വരുന്നു. അപ്പം ആ കാലം അങ്ങ് മാറി എന്ന് തോന്നുന്നുണ്ടോ? അത് എന്തുകൊണ്ടായിരിക്കും? ഒരു കാരണം ഒന്നിപ്പോൾ ഒന്നല്ലെങ്കിൽ 2 കൊച്ചുങ്ങൾ, വേറൊന്ന് ഈ മൊബൈൽ യുഗമാണെന്നാണ് എൻ്റെ വിശ്വാസം. താല്പര്യമുള്ളവരുണ്ടല്ലോ, ഇതൊന്നും പ്രശ്നമല്ല. ഇപ്പം ഞങ്ങളുടെ ഒരു കുട്ടി ഇപ്പം നാഗപ്പൂർ സെമിനാരി പഠിക്കുന്നുണ്ട്. അതിവിടെ വന്നത് അവള് പഠിച്ചുകൊണ്ടിരുന്ന മണിപ്പാലിലാണ് അവളുടെ വീട്. സെമിനാരി പഠിക്കുന്നത് അത് സെമിനാരി പഠിക്കാനൊരു ഇഷ്ടം കൊണ്ട് പഠിക്കുക. അതിനിടയ്ക്ക് ഇവിടെ വന്നു മടത്തി ചേരാനായിട്ട് ആഗ്രഹിച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ആസ്പിരൻ്റ് എന്ന നിലയിലാണ് ഇപ്പോൾ നാഗപ്പൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വയം തോന്നി വന്നിട്ട് നമ്മളെ കുറിച്ച് അറിഞ്ഞു അന്വേഷിച്ചു, കൂടുതൽ അന്വേഷിച്ചിട്ട് ഇപ്പോൾ പോയി ഇപ്പോഴും നാഗപ്പൂര് പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ താല്പര്യമുള്ളവരുണ്ട്. അതിനായിട്ട് വിളിക്കപ്പെട്ടവർ അതിൽ വന്നുള്ളൂ. അത്രേ ഉള്ളൂ. 96 മുതൽ 79 വരെയുള്ള ആളുകൾ നമ്മളില്ലേ എല്ലാവരും കൂടി ഇരിക്കുന്നതിൽ, എങ്ങനെയാണ് നിങ്ങൾ ഈ ഇത്രയും കാലം ഇത്ര ഭംഗിയായിട്ടും സുന്ദരികളായിട്ടും നല്ല ആരോഗ്യത്തിലൂടെ ജീവിച്ചിരിക്കുന്നതിന്റെ രഹസ്യം കൂടെ ഒന്ന് പറഞ്ഞു? അതിന്റെ രഹസ്യമാണ്, അതിന്റെ രഹസ്യം അത് തമ്പുരാന്റെ കയ്യിലായിരിക്കുന്നത്. ഞങ്ങള് 7 നേരത്തെ പ്രാർത്ഥനയും ചൊല്ലുന്നുണ്ട്. അപ്പൊ 7 നേരത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ബന്ധപ്പെടുന്ന തമ്പുരാനുമായി.